IG മനോജ് എബ്രഹാം മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയത്തിൽ 20 മിനിറ്റിലെത്തും അവരുടെ കൂടെ തന്നെ ഇവിടെ ചോദ്യം ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇതുവരെ ഇൻകൺസിസ്റ്റൻസി ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ ഇവരുടെ ബാക്ക്ഗ്രൗണ്ടും വെരിഫൈ ചെയ്യാനും ബാക്കി കാര്യങ്ങളും ഇതുവരെ കേസും ഒന്നും അങ്ങനത്തെ ബാക്ക്ഗ്രൗണ്ട് കണ്ടിട്ടില്ല. പിന്നെ ആന്ധ്ര പോലീസ് വരുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽസ് ഷെയർ ചെയ്യും. അപ്പോൾ ആ കാര്യങ്ങളിലായിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. അന്വേഷണം നമ്മൾ ആന്ധ്രയിലും കുറച്ച് കാര്യങ്ങൾ ഇവരുടെ വില്ലേജിലും പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് വെരിഫൈ ചെയ്യും. അല്ല, ഈ എല്ലാ കാര്യവും നോക്കണം. നമ്മുടെ പുറയിൽ ഇവരുടെ ഈ ഡീറ്റെയിൽസ് വെച്ചിട്ട് ഇവർ എങ്ങനെ വന്നു, ആരുടെ കൂടെയൊക്കെ ഇവർ കണക്ട് ചെയ്തിട്ടുണ്ട്, ഇവരുടെ കോൺടാക്ട്സ് എങ്ങനെയൊക്കെയാണ്. ഇവരെ ഒരാൾക്ക് 30 വർഷമായിട്ട് ഇവിടെ വന്നുകൊണ്ടിരിക്കുക 2 നേരം. പിന്നെ ഒരാൾ 18 വർഷമായിട്ട് വന്നുകൊണ്ടിരിക്കുക. ഒരാൾ ഈ മെയിൻ ആൾ ഗുരുസ്വാമിയാണ്. അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾക്ക് അറിയത്തില്ല, അല്ലെ ഈ കാര്യങ്ങൾ അറിയത്തില്ല എന്ന് പറഞ്ഞൊരു കാര്യമില്ല. അപ്പോൾ ആ ഫാക്ട്സ് എല്ലാം വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആരോട് കണക്ട് ചെയ്തിട്ടുണ്ട് അതും വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ അവർ പറഞ്ഞേക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് അത് നമുക്ക് ദുരൂഹതയോ ഇൻകൺസിസ്റ്റൻസിയോ അല്ലെ കള്ളവാ പറഞ്ഞേക്കെന്ന് പറഞ്ഞ് കിട്ടിയിട്ടില്ല. എല്ലാ കാര്യങ്ങളും ടാലി ആകുന്നുണ്ട്. നമ്മൾ ആ വകുപ്പുകൾ അവരുടെ ഈ ബേസിക്കലി ഇവരുടെ ഒബ്ജക്റ്റീവ്സും മറ്റേതും വെച്ചിട്ടായിരിക്കും ഈ സെക്ഷൻ ചേഞ്ച് ആകുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു ബേസിക് ആ സെക്ഷനിലോട്ടാണ് നിൽക്കുന്നത്. മിസ്ചിഫും എങ്ങനെയും ഡാമേജ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ BDPPയും മിസ്ചിഫും വരും. ബാക്കി കാര്യങ്ങൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും. ആന്ധ്രയിലോട്ട് ഒരു ടീം ഇന്ന് തന്നെ വിടും. അത് CIൻ്റെ നേതൃത്വത്തിൽ ഒരു ടീം ഇപ്പം തന്നെ പോകുന്നതായിരിക്കും. ആന്ധ്ര ടീം വന്നു കഴിഞ്ഞാൽ അവരോട് കോർഡിനേറ്റ് ചെയ്ത് പോകുന്നതായിരിക്കും. നമ്മളെ ശബരിമല എന്ന് പറഞ്ഞാൽ തന്നെ പോലീസിന് വേണ്ടി ഒരു ഏറ്റവും ഹൈ പ്രയോറിറ്റി ഏരിയ. നമ്മുടെ സെക്യൂരിറ്റിയും നമ്മുടെ ഏറ്റവും നല്ല എക്യുപ്മെൻറ്റും ക്യാമറാസ് ഇന്നലെ കിട്ടിയത് തന്നെ പോലീസ് ക്യാമറാസും വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട്. അപ്പോൾ ആ സെക്യൂരിറ്റി അവിടെ അങ്ങനെ ഏറ്റവും ഹൈ ലെവലിൽ തന്നെയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇൻഫർമേഷൻ കളക്ഷനും അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അന്തത്തൊരു വീഴ്ചയും മറ്റേ കാര്യമില്ല. ഏത് ഇല്ല, അവരുടെ ഫോട്ടോഗ്രാഫ്സും മറ്റേതും എല്ലാം ഉണ്ട്. അങ്ങോട്ടിനെയും കൊണ്ടുപോയി ഒരു തെളിവെടുപ്പ് അത് കറക്റ്റായിട്ട് അവർ തന്നെ അവരെ അഡ്മിറ്റും ചെയ്യുന്നുണ്ട്. ആ കാര്യങ്ങൾ ഫോട്ടോഗ്രാഫ് അവർ തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ അവരുടെ അത് കഴിഞ്ഞിട്ടുള്ള മൂവ്മെൻറ്റും തെളിയിക്കുന്ന അവർ 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു ലെഷേർലി ആ താഴോട്ട് ഇറങ്ങിയേക്കുന്നത്. നമ്മളവർ ചെയ്ത് കഴിഞ്ഞിട്ട് 1-1.5 കഴിഞ്ഞിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടും നമ്മൾ പിടിക്കുന്ന ഒരു 4-4.5 അറൗണ്ട്. അത് തന്നെ കാണിക്കുന്ന ഒരു ക്രിമിനൽ ഇൻറ്റൻഷൻ എന്താ ആ മൂവ്മെൻറ്റ് അത് കാണുന്നില്ല. നാഷണൽ ഏജൻസി നമ്മളോട് കണക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. എല്ലാ ഏജൻസിയായിട്ട് നമ്മൾ ബന്ധപ്പെട്ടിട്ട് അന്വേഷണം നടത്തുന്നുണ്ട്. നമ്മളൊരു ലിമിറ്റ് ചെയ്തൊന്നും ചെയ്യുന്നില്ല. എല്ലാവരുടെയും ഇൻഫർമേഷൻ കിട്ടുന്ന കളക്ട് ചെയ്യുന്നുണ്ട്. അവരോട് കണക്ട് ചെയ്താൽ ഇത് അന്വേഷിക്കുന്നത്. ഇതുവരെ ഒന്നുമില്ല. നമ്മൾ അവരോട് കണക്ട് ചെയ്ത് അവർ നമ്മുടെ കൂടെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് റിപ്പോർട്ടിൻ്റെ ആവശ്യമില്ല. അവർ നമ്മളോട് ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് കാര്യങ്ങൾ മുമ്പിലോട്ട് പോകുന്നത്. കൊടിമരം കേടുവരുത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലുള്ളവരെ ചോദ്യം ചെയ്തതിനു ശേഷം സംസാരിക്കുകയായിരുന്നു IG മനോജ് എബ്രഹാം. കസ്റ്റഡിയിലുള്ളവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് ദുരൂഹത ഒന്നുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ആന്ധ്രയിൽ നിന്നുള്ള സംഘം കൂടി ഇവിടേക്ക് എത്തും. ആന്ധ്രയിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.